ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൃപാസനത്തിലൂടെ എനിക്ക് ലഭിച്ച ലോകസഭത്തിന് നന്ദി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് സിബിൻ ജോർജ്. ഞാൻ കോതമംഗലം രൂപത കുത്തുകുഴി ഇടവകയിൽ നിന്ന് വരുന്നു. 2013 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പിന്നെ ഞാനത് പുതുക്കിയത് 2025 ഫെബ്രുവരി മാസത്തിലാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ എൻ്റെ കൈക്കും കാലിലും ശക്തമായ നീരും വേദനയും അനുഭവപ്പെടുകയും അതുവഴി ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എൻ്റെ നട്ടലിന് 3 സ്ഥലത്ത് ബൾജ് ചെയ്തിരിക്കുന്നതും MRIയിലൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നാണ് ഡോക്ടർമാരെന്ന് പറഞ്ഞിരുന്നത്. ഓപ്പറേഷന് വലിയ തുക വരുന്നത് കൊണ്ട് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സമീപിച്ചു. 1.5 മാസം ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. യാതൊരു കുറവും എനിക്കുണ്ടായില്ല. തുടർന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനു മുമ്പായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കുവാനും തീരുമാനിച്ചു. ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ തൈലം പൂശി എന്നെ പ്രാർത്ഥിച്ചു. തുടർന്ന് ഞാൻ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്തുള്ള ഡോക്ടറെ വീട്ടിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. ഞാൻ ഇപ്പോഴും എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ആ ഡോക്ടറെ കാണാൻ പോയത് എന്നുള്ള കാര്യം. ഡോക്ടർ എനിക്ക് ഒരു ബ്ലഡ് ടെസ്റ്റിന് എനിക്ക് എഴുതി തന്നു. എൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ എനിക്ക് റൂമാറ്റിക് ഫീവറാണെന്നാണ് ഡോക്ടർ സ്ഥിരീകരിച്ചത്. അതിന് കുറേ നാളത്തേന് മരുന്ന് കഴിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. മരുന്ന് കഴിച്ചു. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ആശ്വാസം ലഭിച്ചു. 10-ാം ദിവസം ഞാൻ ജോലിക്ക് പോകാനും സാധിച്ചു. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ലഭിച്ച അനുഗ്രഹം. തുടർന്ന് റൂമാറ്റിക് ഫീവറിന് ഞാൻ മരുന്ന് കഴിച്ചു. 3 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചു. വർഷങ്ങളോളം കഴിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ സെക്കൻഡ് ഒപ്പീനിയൻ നിലയ്ക്ക് എന്നെ വേറൊരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടുകയും ചെയ്തു. വിശദമായ പരിശോധനയിൽ അവിടുന്ന് എനിക്ക് റൂമാറ്റിക് ഫീവറിൻ്റേതായ യാതൊരു അസുഖവും നിലവിലില്ല എന്നും ഒരു മരുന്നും കഴിക്കേണ്ട എന്നും എനിക്ക് ഡോക്ടർ പറഞ്ഞു. ഇന്ന് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ ഇതെല്ലാം വിശദമായ പരിശോധനയിൽ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അസുഖവും ഇല്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പം ഇന്ന് എനിക്ക് ഒരു മരുന്ന് ഞാൻ കഴിക്കുന്നില്ല. എല്ലാ രീതിയിലുള്ള സൗഖ്യവും പൂർണ്ണ സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് 3 കെട്ട് പത്രം വീതം വാങ്ങാറുണ്ട്. ആശുപത്രിയിലും ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും കടകളിലും വിതരണം ചെയ്യുന്നുണ്ട്. സാക്ഷ്യം പറഞ്ഞ് വിതരണം ചെയ്യുന്നുണ്ട്. എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് പത്രം വിതരണം ചെയ്യാറുണ്ട്. പിന്നീട് കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ സാമ്പത്തിക സഹായം, ഹോസ്പിറ്റലിൽ പത്രം വിതരണം ചെയ്യാൻ സമയത്ത് അവിടെ ആവശ്യമായി വരുന്നവർക്ക് എന്നെ സഹായിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞാൻ നൽകാറുണ്ട്. ആത്മീയ വളർച്ചയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ തന്നെ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ബൈബിൾ വായന എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. ജപമാല എല്ലാ ദിവസവും ജപമാല ചെല്ലാറുണ്ട്. സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഉപ്പും തേനും തൈലവും പൂശി വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും നമ്മൾ ചെല്ലാറുണ്ട്. ജീവിതാന്ത്യം വരെ ഉടമ്പടികൾ നിലനിൽക്കണമെന്നാണ് എന്നുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. നമ്മുടെ നാളുകൾ അടുത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി വിസ്മയഭരിതമായ കാര്യങ്ങളാണ് ഇന്ന് ഈശോ നമുക്ക് വേണ്ടി ചെയ്തിരുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ അന്നത്തെ ജനതയോട് പ്രവചിച്ച ഒരു വലിയ വാഗ്ദാനമായിരുന്നു. ദൈവം ജനതകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോകുന്ന വിസ്മയഭരിതമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയായിരുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വളരെയധികം മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. സിബിൻ ജോർജ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റെല്ലാവരെയും പോലെ തന്നെ തനിക്ക് കഠിനമായ ഒരു ഡിസ്ക് ബൾജ് മൂലമുണ്ടായ വേദന മൂലം, അതികഠിനമായ വേദന മൂലമാണ് അദ്ദേഹം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായി ഇവിടേക്ക് കടന്നു വന്നത്. ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന മൂലം അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുമെന്ന് കരുതി എല്ലാ പോസിബിൾ പ്രാർത്ഥനകളും അദ്ദേഹം ചെയ്തു. അതിനുശേഷം വൈദ്യസഹായം വീണ്ടും അപേക്ഷിക്കുകയും തൻ്റെ ഡിസ്ക് ശരിയാവുകയും അതിൽ നിന്ന് വീണ്ടും അല്പസ്വല്പം വേദനകളുണ്ടായപ്പോൾ അത് റൊമാറ്റിക് പെയിനാണ്, ഒരു വാദമാണെന്ന് വീണ്ടും തെളിയുകയും ചെയ്തു. അതിൽ നിന്ന് ആ പനിയിൽ നിന്നും അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യമുണ്ടായി. തൻ്റെ മരുന്നുകളെല്ലാം സ്ലോലി അദ്ദേഹം നിർത്തിവെച്ചു. കാരണം തനിക്ക് ഏറ്റവും വലിയ ഔഷധമായ വിശുദ്ധ വസ്തുക്കൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇനി ഈ അല്പസ്വല്പം മരുന്നുകളോ ആയുർവേദങ്ങളോ ഒന്നും തനിക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു.
തൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയോട് അഭിപ്രായം ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം മരുന്നുകൾ വേണ്ട എന്ന് വെച്ചത്. ഈ മരുന്നിലൂടെ തന്നെ വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയുടെ ഏറ്റവും നല്ല വചനമാകുന്ന ഔഷധം എന്നെ സൗഖ്യപ്പെടുത്തും അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു. തൻ്റെ ഉടമ്പടിയിലൂടെ ജീവിച്ചപ്പോൾ തനിക്കുണ്ടായ കൃപകളും അനുഗ്രഹങ്ങളും ഏറെയാണ്. താൻ ഒരു നല്ല ചെറുപ്പം മുതലേ ഒരു നല്ല കുട്ടിയായിരുന്നു, എനിക്ക് കൃപയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജീവിച്ചത് എന്നൊക്കെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു ദുശീലങ്ങളോ ഒരു തിന്മയോ ഒന്നും അദ്ദേഹത്തെ അധികം ആക്രമിച്ചിട്ടില്ല. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധ അമ്മ തൻ്റെ എല്ലാ പഴയ ഡിപ്പോസിറ്റുകളെല്ലാം എടുത്ത് തനിക്ക് ഉടമ്പടിയിലുള്ള വിശ്വസ്തത മൂലം ഉടമ്പടി നന്നായി ജീവിക്കുവാനും പരിശുദ്ധ അമ്മയുടെ എല്ലാ പ്രസാദങ്ങളും എല്ലാ സംരക്ഷണവും ലഭിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. എപ്പോഴൊക്കെ നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റ്, നമ്മുടെ കാരുണ്യ പ്രവൃത്തികളുടെ ഡിപ്പോസിറ്റ് എത്രമാത്രം വലുതാണോ അത്രമാത്രം കൃപകളാണ് നമുക്ക് ലഭിക്കുവാൻ ഉള്ള പോസിബിലിറ്റി ഉള്ളത്. എല്ലാ ഹോസ്പിറ്റലുകളും തൻ്റെ വേദനകളും പനിയും അസ്വസ്ഥതകളും കൈവിട്ടപ്പോൾ ഉണ്ടായ ഏക ആശ്രയം പരിശുദ്ധ അമ്മയുടെ സാമീപ്യമായിരുന്നു. പരിശുദ്ധ അമ്മയിലേക്ക് വന്ന് വചനവായനയിലൂടെയും വിശുദ്ധ ബലിയിലൂടെയും താൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു ഔഷധം തനിക്കില്ല. ഈശോ എന്നിൽ അലിഞ്ഞു ചേരുമ്പോൾ എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവും എൻ്റെ സന്ധിബന്ധങ്ങളും എൻ്റെ സിരകളുമെല്ലാം ഈശോയുടെ തിരുരക്തത്താൽ നനയുന്നു, സൗഖ്യപ്പെടുത്തുന്നു. എൻ്റെ സിരകളിലൂടെ ഓടുന്നതെല്ലാം ഈശോയുടെ തിരുരക്തമാണെന്നൊരു പുതിയ അവബോധത്തിലേക്കും വിശ്വാസത്തിലേക്കും അവിടെ നിന്ന് അദ്ദേഹം ഈശോ മിശിഹായോടും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വസ്തതയിലേക്ക് കടക്കുന്ന ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷിയാവുകയായിരുന്നു അദ്ദേഹം. ജിബിൻ്റെ ഈ വലിയ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നതിനും താൻ അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉടമ്പടി ജീവിതം എപ്പോഴും നിത്യതയിലേക്ക് അദ്ദേഹത്തെ ആനയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും വിശ്വസ്തതയോട് ജീവിക്കുവാനുള്ള കൃപ നൽകട്ടെ എന്ന് സിബിനോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഈ വലിയ സാക്ഷ്യത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.